ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹവും ഹൈപ്പോഗ്ലൈസീമിയയെ കുറിച്ചിട്ടാണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചാൽ ഷുഗർ ശരീരത്തിൽ രക്തത്തിൽ അളവ് കുറഞ്ഞു പോകുന്നതിനാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഷുഗർ എത്രയാണ്? 70-നും 140-നും ഇടയിലാണ്. 70-ന് താഴെ പോയാൽ മാത്രമാണ് നമ്മളതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഷുഗർ 70-ൽ എത്തിയാൽ തന്നെ ചില ആളുകൾക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. അതായത് ക്ഷീണം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും. അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞു കഴിഞ്ഞാൽ വിറയൽ തുടങ്ങും. അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അബോധാവസ്ഥ പോലെ തോന്നും. ഷുഗർ 30 താഴെ പോയി കഴിഞ്ഞാൽ പേഷ്യന്റ് പൂർണ്ണമായും കോമയിലാവും. ഹൈപ്പോഗ്ലൈസീമിയ ഇൻഡ്യൂസ്ഡ് കോമ, ഇതിൽ ന്യൂറോ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊക്കെ ഞങ്ങളുടെ മെഡിക്കൽ ഭാഷയിൽ പറയും. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിക്ക് ഷുഗർ കുറയേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ രോഗിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഡയബറ്റിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ രോഗിയെ ഹൈപ്പോഗ്ലൈസീമിയെ കുറിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഡോക്ടേഴ്സ് മരുന്ന് എഴുതുമ്പോൾ. എന്നിട്ട് ഹൈപ്പോഗ്ലൈസീമിയുടെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ ചെയ്യേണ്ടത്? കുറച്ച് പഞ്ചസാര കഴിക്കുക, കുറച്ച് മിഠായി കഴിക്കുക, എന്തെങ്കിലും മധുരമുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഷുഗർ വാല്യൂസ് നോർമലാവും. അങ്ങനെ ലോ ആവുന്ന രോഗികളുണ്ടെങ്കിൽ അവരവരുടെ ഡോക്ടറുമായി ബന്ധപ്പെടണം. എന്തിനാണത്? ഈ ലോ ആവുന്ന ട്രെൻഡ് ഉണ്ടെങ്കിൽ അവരെടുക്കുന്ന ഇൻസുലിനോ ടാബ്ലറ്റോ അതിന്റെ മരുന്നിന്റെ ഡോസ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡോസ് കുറയ്ക്കേണ്ടി വരും, ടാബ്ലറ്റ് മാറ്റേണ്ടി വരും. ചില ഗുളികകൾ ഭയങ്കര ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്ന ഗുളികകളുണ്ട്, അപ്പോൾ അത് മാറ്റേണ്ടി വരും. ചില ഇൻസുലിനും പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് കുറയുന്ന ഒരു കണ്ടീഷനുണ്ട്, ബ്രിട്ടിൽ ഡയബറ്റിസ് എന്ന് പറയും. അതായത് പെട്ടെന്ന് കുറയുക, പെട്ടെന്ന് കൂടുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡോസിങ് അല്ലെ മരുന്നുകൾ, ടാബ്ലറ്റുകൾ ഡോക്ടർ മാറ്റിത്തരും. അതിന് നിങ്ങൾക്ക് ഉചിതമായ, ഓരോ ആൾക്കാർക്ക് ഉചിതമായ കറക്റ്റ് ഡോസിലോട്ട് ഡോക്ടർ മാറ്റിത്തരും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ ആയതുകൊണ്ട് ഈ മരുന്നുകൾ നിർത്തിക്കളയരുത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ നിങ്ങളത് നിർത്താൻ പാടുള്ളതല്ല. അപ്പോൾ ഷുഗർ കുറയുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ബാക്കി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുക. അതിന് ഏറ്റവും നല്ലത് സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയും, SMBG. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഷുഗർ നോക്കാൻ പറ്റും. അതിന് പല മെഷീനുകളുണ്ട്, അക്യൂചെക്ക് ഉണ്ട്, വൺ ടച്ച് പ്ലസ് ഉണ്ട്, അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള മെഷീനുകളുണ്ട്. അതിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ഷുഗർ ലെവൽസ് അറിയാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെ ബന്ധത്തിൽ കുടുംബത്തിൽ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇപ്രകാരത്തിൽ ചെയ്താൽ നിങ്ങളുടെ ബന്ധുവിനോ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഹൈപ്പോഗ്ലൈസീമിയ തടയാൻ സാധിക്കും. ഈ ഹൈപ്പോഗ്ലൈസീമിയ തടയാൻ സാധിച്ചാൽ തന്നെ രോഗിക്ക് ഒരു ആത്മവിശ്വാസം വരികയും ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വിവരം ലഭിക്കുകയും അവരത് പ്രകാരം തുടർന്ന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. താങ്ക് യു.